ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗൃഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മീനച്ചാർ റെസിപ്പിയുമായിട്ടാണ്. നല്ല മീനൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ച് ഇട്ട് വെക്കുകയാണെങ്കിൽ മീൻ കിട്ടാത്ത സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഈ മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അതിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണിത്, ഇത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, വിനീഗർ ഒരു ടേബിൾ സ്പൂൺ, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയെല്ലാം കൂടി നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനൊരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉലുവാപ്പൊടി ചേർക്കുന്നത് കഷ്ണങ്ങൾ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വിനീഗർ ചേർത്ത കഷ്ണങ്ങൾ സോഫ്റ്റ് ആവും. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ 1 കിലോ മീനാണിത്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ യോജിപ്പിക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും നല്ലത് വെയിലത്ത് വെക്കുന്നതാണ്. ഒന്നെങ്കിൽ ഒരു വല ഉപയോഗിച്ച് മൂടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ വെച്ച് കമത്തിയിട്ട് വെയിലത്ത് 1 മണിക്കൂർ വെക്കുക. അല്ല, വെയിലത്ത് വെക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള സാഹചര്യം, ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ അത് വീടിൻ്റെ ഉള്ളിൽ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം. മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതൊരു 1/4 കപ്പ് വിനീഗറാണ്. ഇതൊന്ന് തിളപ്പിക്കണം. അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ആറിയിട്ട് മാത്രമേ അവസാനം മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ബൗളെടുത്ത് ആ ബൗളിനകത്തോട്ട് കുറച്ച് പൊടികൾ എടുത്ത് വെക്കാം. ഒരു 2.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇവ 4 കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ പൊടികൾ കരിഞ്ഞു പോകുന്ന ടെൻഷൻ നമുക്ക് ആ സമയത്ത് വേണ്ടി വരത്തില്ല. ഡയറക്റ്റ് ആ സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇത് മുങ്ങി പൊരിയുന്ന തക്കത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയും കുറച്ച് ബ്രാൻ ഓയിലുമാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1/2 ലിറ്റർ എണ്ണ വേണ്ടി വരും. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നത് ഈ മീൻ വറുത്തെടുക്കുമ്പോൾ മീൻ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനാണ് കറിവേപ്പില ചേർക്കുന്നത്. മീൻ കുറച്ചായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ മീഡിയം ഫ്ലെയിമിലാവണം. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത്. കഷ്ണങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്തും കിട്ടത്തില്ല. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. മീനെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അച്ചാറിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻ തുടങ്ങാം. ഞാൻ ആ വറുത്ത എണ്ണ തന്നെയാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ മട്ടെല്ലാം ഊറ്റി ഒരു സ്ട്രെയിനറിലൂടെ ഊറ്റി വെച്ചിരിക്കുന്ന എണ്ണയാണിത്. ഈ എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അച്ചാറിന് അത്യാവശ്യം നല്ലപോലെ എണ്ണ വേണം, എങ്കിൽ മാത്രമേ അച്ചാർ കേടാവാതെ കുറച്ച് മാസങ്ങൾ ഇരിക്കത്തുള്ളൂ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇതിനകത്ത് കീറിയിടാം. ഇഞ്ചി 150 ഗ്രാമാണിത്, ഇത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി 150 ഗ്രാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ എടുക്കാം. അത് അച്ചാറിന് നല്ല രുചി തരത്തേ ഉള്ളൂ. ഇതിനൊപ്പം തന്നെ ഒരു 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 4 ചെറിയുള്ളി ആണിത്, 4 എണ്ണേ ഉള്ളൂ. 4 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പിലയാണ്, ഇതിങ്ങനെ ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗൺ നിറമായിട്ട് വരണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് കറക്റ്റ് ഇളക്കി കൊടുത്തു മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പൊടികളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം.
പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിമിലാവണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളിലൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കണം. 3/4 കപ്പ് വിനീഗറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ച് ആറിയ വിനീഗറാണ്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മീനച്ചാർ റെഡി ആയിരിക്കുകയാണ്. നല്ല രുചിയാണ് ഈ മീനച്ചാറിന്. നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം, തീർച്ചയായും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. നമുക്ക് തീ ഓഫ് ചെയ്യാം, അടച്ചു വെക്കാം. ഇതിങ്ങനെ തന്നെ ഒരു 10 മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം, തുറക്കരുത്. അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. 10 മണിക്കൂറിന് ശേഷം നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും അച്ചാർ സൂക്ഷിച്ച് വെക്കരുത്. നമ്മുടെ ഗ്ലാസ് ബോട്ടിൽസിൽ മാത്രം അച്ചാർ സൂക്ഷിച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മീൻ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.